അപ്പോൾ ഡോക്ടർ പ്രഭാകരൻ പലേരി, പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്, വിദൂരത്താണ്. ഇറാൻ പശ്ചിമേഷ്യയുടെ ശാപം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ തന്നെ ആയിരിക്കില്ലേ? അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മൾക്കത് അത്ര കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നുകൊണ്ട്. അതിപ്പോ എന്താണ് നെതന്യാഹുവിന്റെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്നവരുടെ മനസ്സിൽ വരുന്നത് എന്ന് അനുസരിച്ചിരിക്കും. പക്ഷെ ഇറാൻ വാസ്തവത്തിൽ ഒരു ടാർഗറ്റ് ആയിട്ടാണ് അമേരിക്കയൊക്കെ കാണുന്നത്. അതിനും കാരണങ്ങളുണ്ട്. അതുപോലെ അമേരിക്ക ഇറാന്റെ ഒരു ടാർഗറ്റ് കൂടിയാണ്. അതിനിടയിലാണ് ഇസ്രായേൽ വരുന്നത്. ഇവിടെ വരുന്നത് ഞാനിപ്പോൾ കാണുന്നത്, ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ കൂടെ തന്നെ പലതും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു സമാധാനം ആകും എന്നുള്ള, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യയുടെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാജകുമാരനൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടുള്ള ചില ഉടമ്പടികളും ഇതൊക്കെ ഉണ്ടാക്കി ഒരു സമാധാനം കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടായിരുന്ന, ഏകദേശം വരുന്നു എന്ന് തോന്നുന്ന അവസരത്തിലാണ് ഹമാസ് ഇസ്രായേലിനെ ഇതുപോലെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ ആക്രമണം വന്നത്. ഏകദേശം ഒരു സമാധാനം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ, ഖത്തറിന് അതിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാലും അവർ ഏകദേശം വരും എന്ന് തോന്നുന്ന ആ സമയത്താണ് ഹമാസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള, അതും അതിക്രൂരമായിട്ടുള്ള ആക്രമണം വരുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സമാധാനം വന്നു കഴിഞ്ഞാൽ പലർക്കും പല നഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അതിപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ തന്നെയാണ് സംഭവം നടക്കുക. നമുക്ക് സമാധാനം വേണമെങ്കിൽ അത് വരാതിരിക്കാൻ പലരും ശ്രമിക്കും. കാരണം അവർക്കുള്ള ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടേക്കും. അപ്പോൾ ജിയോ സ്ട്രാറ്റജിക്കലി ഗ്ലോബൽ സെക്യൂരിറ്റിയിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, ഭാരതത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള രാജ്യത്തിന് ഇതിനെ കൂടുതൽ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള സമാധാനം ഇവിടെ വരുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും നെതന്യാഹു അദ്ദേഹത്തിന് കാര്യമായിട്ടും ഇനി ഇതുപോലെ ഒരു സംഭവം ഇസ്രായേലിന് സംഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ചും ആ ഒക്ടോബർ 7-ാം തീയതിയുടെ ആക്രമണം അതൊരിക്കലും മനുഷ്യന്റെ സംസ്കാരത്തിന് യോജിച്ചതായിരുന്നില്ല. ഒരു യുദ്ധം ചെയ്യുമ്പോൾ തന്നെ അതിന് ധാർമ്മികമായിട്ടുള്ള യുദ്ധം ഒരു പ്രത്യേക അവസ്ഥയാണ്. പക്ഷെ ഇതുപോലെയുള്ള യുദ്ധത്തിൽ ചതിയും വഞ്ചനയും ഒക്കെ അനുവദനീയമാണ്. ഡിസെപ്ഷൻ അനുവദനീയമാണ്. ഡിപ്ലോമസിയിൽ ഡിസെപ്ഷൻ പാടില്ല എന്ന് ഞാൻ പറയും. പക്ഷെ യുദ്ധത്തിൽ ആവശ്യമാണ്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. വളരെ നീചമായ തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു ഒക്ടോബർ 7-ന് വന്നിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ അതുപോലെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരുടെ സംവിധാനത്തെ പറ്റി വാസ്തവത്തിൽ നല്ലതൊന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും ഞങ്ങളൊക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകം മുന്നോട്ടാണോ പോകുന്നത് അതോ പിന്നോട്ടാണോ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുക. ഇവിടെ ഞാൻ കാണുന്നത് ലോകം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച സ്ഥലത്തും ഒരുപാട് വ്യക്തികളുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പീപ്പിൾ അവരൊക്കെ പറയുന്നതൊക്കെ വളരെ കാര്യമായിട്ടുള്ളതാണ്, വിഭിന്നമാണെങ്കിലും കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ യുദ്ധവിരാമം ഒരാളും സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ഇസ്രായേൽ സമ്മതിക്കില്ല. അതിനെ കൊണ്ട് ദോഷങ്ങളുണ്ട്, ചിലർക്ക് നേട്ടങ്ങളുണ്ട്. രണ്ടുപേർക്കും ഗുണം വരുമ്പോൾ മാത്രമേ യുദ്ധവിരാമം സംഭവിക്കുകയുള്ളൂ, ഒരു അവധി കൊടുക്കുകയുള്ളൂ. കാരണം റീഗ്രൂപ്പ് ചെയ്യാനും പലതിനും സാധിക്കും. കണ്ടിന്യൂ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പോകുന്നത്, പക്ഷെ അതിൽ ഇറാൻ ടാർഗറ്റായി മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംഘർഷമാണ്. രണ്ട് പാർട്ടിയും രണ്ട് തരത്തിലുള്ളതാണ്. യുദ്ധം എന്ന് പറയുന്നത് രണ്ട് പാർട്ടിയും ഒരേ തരത്തിലുള്ളതായിരിക്കണം, അതായത് സ്റ്റേറ്റ് ആയിരിക്കണം. ഹമാസോ ഹെസ്ബുള്ളിയോ ഒരു രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കൂടെ അല്ല, അവർ രാഷ്ട്രമല്ല. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയ അഭിപ്രായം പറയാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ്. അതൊരു വലിയ രാഷ്ട്രം, സാംസ്കാരികമായിട്ട് വളരെയധികം ഉയർന്നിട്ടുള്ള ഒരു രാഷ്ട്രം, ഹിസ്റ്റോറിക്കലായിട്ടുള്ള രാഷ്ട്രമാണ്. അതിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല അതിന് ആരും തുനിയും എന്ന് എനിക്ക് തോന്നുന്നില്ല.